ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ, നിങ്ങളൊരു ഹിപ്നോട്ടിസ്റ്റിന്റെ മുന്നിലിരിക്കുന്നു. അദ്ദേഹം നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു. നിങ്ങൾ നെപ്പോളിയൻ ബോണപ്പാർട്ടാണെന്ന് അദ്ദേഹം പറയുന്നു. ഉടൻ നിങ്ങൾ ആജ്ഞാനുവർത്തിയാകുന്നു. നിങ്ങളുടെ നെഞ്ച് ഉയരുന്നു. നിങ്ങളുടെ കൈ ജാക്കറ്റിനുള്ളിൽ കടക്കുന്നു. നിങ്ങൾ ഉച്ചത്തിൽ പറയുന്നു, ഞാനാണ് ഫ്രാൻസിന്റെ ചക്രവർത്തി. എന്റെ മുന്നിൽ മുട്ടുകുത്തുക. നിങ്ങൾ വിചാരിക്കുക, ഇത് ഒരു നാടകമാണ്. പക്ഷേ നിങ്ങളുടെ ശരീരം അത് യാഥാർത്ഥ്യമായി അനുഭവിക്കുന്നു. നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നു. നിങ്ങളുടെ രക്തസമ്മർദ്ദം കയറുന്നു. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ ഉപബോധമനസ്സ് ആ സൂചന സ്വീകരിച്ചു. അത് ആ സൂചനയെ സത്യമായി കരുതി. അത് അതിനനുസരിച്ച് പ്രതികരിച്ചു. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ബോധമനസ്സും ഉപബോധമനസ്സും തമ്മിലുള്ള വ്യത്യാസം. രണ്ട് മനസ്സുകളല്ല, ഒരേ മനസ്സിന്റെ രണ്ട് പ്രവർത്തന മേഖലകൾ. എങ്ങനെയാണ് അവ പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു ഹിപ്നോട്ടിസ്റ്റിന്റെ സൂചന പോലും ഉപബോധ മനസ്സ് അനുസരിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ അറിവ് ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുക? ഇതെല്ലാം നമ്മൾ ഇന്ന് പഠിക്കും. തയ്യാറാണോ? എങ്കിൽ നമുക്ക് ആരംഭിക്കാം. ആദ്യം ഒരു കാര്യം വ്യക്തമാക്കട്ടെ. ബോധമനസ്സും ഉപബോധ മനസ്സും രണ്ട് വ്യത്യസ്ത മനസ്സുകളല്ല. അതെ, നിങ്ങൾക്ക് ഒരേ ഒരു മനസ്സേ ഉള്ളൂ. പക്ഷേ ആ മനസ്സിനുള്ളിൽ രണ്ട് പ്രവർത്തന മേഖലകളുണ്ട്. ഇത് ഒരേ വീട്ടിലെ രണ്ട് മുറികൾ പോലെ. ഒന്ന്, ബോധമനസ്സ്. ഇത് നിങ്ങളുടെ യുക്തിയുടെ മുറിയാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങൾ തീരുമാനിക്കുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നു, നിങ്ങളുടെ വീട് തിരഞ്ഞെടുക്കുന്നു, നിങ്ങളുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നു. ഇതെല്ലാം ബോധമനസ്സ് ചെയ്യുന്നു. രണ്ട്, ഉപബോധ മനസ്സ്. ഇത് നിങ്ങളുടെ വികാരങ്ങളുടെയും സ്വയംഭരണ പ്രവർത്തനങ്ങളുടെയും മുറിയാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നില്ല, നിങ്ങൾ തീരുമാനിക്കുന്നില്ല, നിങ്ങൾ അനുസരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണ് മിടിക്കുന്നത്? നിങ്ങൾ ബോധപൂർവം ഹൃദയത്തോട്മിടിക്കൂവെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അത് സ്വയം മിടിക്കുന്നു. നിങ്ങളുടെ ദഹനം, നിങ്ങളുടെ രക്തചംക്രമണം, നിങ്ങളുടെ ശ്വസനം, ഇവയെല്ലാം ഉപബോധ മനസ്സിന്റെ നിയന്ത്രണത്തിലാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നു, നിങ്ങളുടെ ശ്വാസകോശങ്ങൾ പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ ദഹന വ്യവസ്ഥ ഭക്ഷണം ദഹിപ്പിക്കുന്നു. ഇത് ഒരു അത്ഭുതമാണ്. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ അത്ഭുതം. മർഫി പറയുന്നു, നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളിൽ എന്താണ് പതിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ബോധപൂർവം വിശ്വസിക്കുന്നതോ അത് സ്വീകരിക്കുന്നു. ഇത് വളരെ പ്രധാനമാണ്. ഉപബോധ മനസ്സ് യുക്തി ചെയ്യുന്നില്ല, അത് വാദിക്കുന്നില്ല, അത് തെളിയിക്കാൻ ശ്രമിക്കുന്നില്ല. അത് സ്വീകരിക്കുന്നു. അത്രമാത്രം. ഇതൊരു വിത്ത് പോലെയാണ്. നിങ്ങൾ നിലത്തൊരു വിത്തിട്ടു. മണ്ണിനറിയുമോ ഈ വിത്ത് നല്ലതാണോ ചീത്തയാണോ എന്ന്? ഇല്ല. അത് ഏത് വിത്തും സ്വീകരിക്കും, അതിനെ വളർത്തും. അതുപോലെ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾ കൊടുക്കുന്ന ഏത് ചിന്തയും സ്വീകരിക്കും. നല്ല ചിന്തയോ ചീത്ത ചിന്തയോ, സത്യമോ അസത്യമോ, അത് പ്രശ്നമല്ല, അത് സ്വീകരിക്കും. എന്നിട്ട് അതിനെ വളർത്തും, അതിനെ യാഥാർത്ഥ്യമാക്കും. ഞാൻ രോഗിയാണെന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സ്വീകരിക്കും. നിങ്ങളുടെ ശരീരം രോഗിയാക്കും. ഞാൻ ആരോഗ്യവാനാണെന്ന് വിശ്വസിച്ചാൽ അത് സ്വീകരിക്കും. നിങ്ങളുടെ ശരീരം ആരോഗ്യവാനാക്കും. ഇത് ഭയപ്പെടുത്തുന്നതാണ്. കാരണം നിങ്ങൾ അറിയാതെ തെറ്റായ കാര്യങ്ങൾ വിശ്വസിച്ചേക്കാം. അവ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചേക്കാം. എന്നാൽ ഇത് ശാക്തീകരിക്കുന്നതുമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വിശ്വാസങ്ങൾ മാറ്റിയാൽ നിങ്ങളുടെ ജീവിതം മാറും. മർഫി ഒരു ഉദാഹരണം തരുന്നു. നിങ്ങൾ ബോധപൂർവം ഒരു കാര്യം സത്യമായി സ്വീകരിക്കുന്നു. അത് തെറ്റായിരിക്കാം. നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സത്യമായി സ്വീകരിക്കും. അതിനനുസരിച്ച് ഫലങ്ങൾ കൊണ്ടുവരും. ഇത് എത്ര ശക്തമായ പ്രസ്താവനയാണ്. നിങ്ങൾ ഒരു കാര്യം വിശ്വസിക്കുന്നു, അത് തെറ്റാണെങ്കിൽ പോലും ഉപബോധ മനസ്സ് അത് ശരിയാക്കും, അത് യാഥാർത്ഥ്യമാക്കും. ഉദാഹരണത്തിന്, പലരും വിശ്വസിക്കുന്നു രാത്രി കാപ്പി കുടിച്ചാൽ ഉറക്കം വരില്ല. ഇത് ശാസ്ത്രീയമായി പൂർണ്ണമായും ശരിയല്ല. പലർക്കും കാപ്പി കുടിച്ചിട്ട് നല്ല ഉറക്കമാണ്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നു അത് തെറ്റാണ്.
നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ വിശ്വാസം സ്വീകരിക്കുന്നു. ശരി, കാപ്പി കുടിച്ചാൽ ഉറക്കം വരില്ല. എന്നിട്ട് നിങ്ങൾ കാപ്പി കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. കാപ്പി കൊണ്ടല്ല, നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ്. നിങ്ങൾക്ക് ഈ വിശ്വാസം മാറ്റാം. കാപ്പി എനിക്ക് ഉന്മേഷം തരുന്നു. ഞാൻ കാപ്പി കുടിച്ചിട്ട് നല്ല ഉറക്കമാണ്. ഇത് ആവർത്തിക്കുക, വിശ്വസിക്കുക. ഉപബോധ മനസ്സ് മാറും. അപ്പോൾ കാപ്പി നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കില്ല. ഇത് പരീക്ഷിച്ചു നോക്കൂ. ഇനി മർഫി മനഃശാസ്ത്രജ്ഞരുടെ പരീക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നു. ഹിപ്നോട്ടിക് അവസ്ഥയിലുള്ള ആളുകളിൽ എണ്ണമറ്റ പരീക്ഷണങ്ങൾ അവർ കണ്ടെത്തി. ഉപബോധ മനസ്സിന് തിരഞ്ഞെടുപ്പുകൾ നടത്താനും താരതമ്യങ്ങൾ ചെയ്യാനും കഴിയില്ല. യുക്തി പ്രക്രിയയ്ക്ക് ഇത് ആവശ്യമാണ്. ഉപബോധ മനസ്സിന് യുക്തി ചെയ്യാൻ കഴിയില്ല. അതിന് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അതിനിത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താൻ കഴിയില്ല. അത് ഏത് സൂചനയും സ്വീകരിക്കും, എത്ര തെറ്റായ സൂചനയും. ഒരിക്കൽ ഒരു സൂചന സ്വീകരിച്ചാൽ ആ സൂചനയുടെ സ്വഭാവത്തിന് അനുസൃതമായി അത് പ്രതികരിക്കും. ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ എന്ത് സൂചനയാണ് ഇടുന്നത്, അത് സ്വീകരിക്കും, അത് പ്രവർത്തിക്കും. നിങ്ങൾ നെഗറ്റീവ് സൂചനയിട്ടാൽ നെഗറ്റീവ് ഫലം, പോസിറ്റീവ് സൂചനയിട്ടാൽ പോസിറ്റീവ് ഫലം. ഇപ്പോൾ ഹിപ്നോട്ടിസ്റ്റിന്റെ പരീക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പരിശീലനം ലഭിച്ച ഹിപ്നോട്ടിസ്റ്റ് തന്റെ വിഷയത്തോട് പറയുന്നു, നിങ്ങൾ നെപ്പോളിയൻ ബോണപാർട്ടാണ്. ഉടൻ ആ വ്യക്തി നെപ്പോളിയനായി മാറുന്നു. അവന്റെ നടപ്പ് മാറുന്നു, അവന്റെ സംസാരം മാറുന്നു. അവൻ ആജ്ഞാപിക്കുന്നു, അവൻ ഭാവിക്കുന്നു. അവൻ പറയുന്നു, എന്റെ സൈന്യം, എന്റെ സാമ്രാജ്യം. അവൻ യഥാർത്ഥത്തിൽ നെപ്പോളിയനായിട്ടില്ല, പക്ഷേ അവന്റെ ഉപബോധ മനസ്സ് ആ സൂചന സ്വീകരിച്ചു. അവൻ നെപ്പോളിയനാണെന്ന് വിശ്വസിച്ചു, അതനുസരിച്ച് പ്രവർത്തിച്ചു. മറ്റൊരു വിഷയത്തോട്, നിങ്ങൾ ഒരു പൂച്ചയാണ്. അവൻ പൂച്ചയായി മാറുന്നു. അവൻ മ്യാവൂ എന്ന് കരയുന്നു. അവൻ ചുറ്റും നടക്കുന്നു. അവൻ കൈകൾ കൊണ്ട് മുഖം കഴുകുന്നു. മറ്റൊരാളോട്, നിങ്ങളൊരു നായയാണ്. അവൻ കുരയ്ക്കുന്നു. അവൻ നാവ് പുറത്തേക്കിടുന്നു. അവന്റെ ശ്വാസം വേഗത്തിലാകുന്നു. ഇതൊരു കളിയാണോ? അല്ല, ഇത് ഉപബോധ മനസ്സിന്റെ ശക്തിയാണ്. അത് എന്ത് വിശ്വാസം കൊടുത്താലും അത് സ്വീകരിക്കും, അതനുസരിച്ച് പ്രവർത്തിക്കും. ഇനി മറ്റൊരു പരീക്ഷണം. ഹിപ്നോട്ടിസ്റ്റ് പറയുന്നു, നിങ്ങളുടെ പുറം ചൊറിയുന്നു. ഉടൻ ആ വ്യക്തി തന്റെ പുറം ചൊറിയാൻ തുടങ്ങുന്നു. അവന്റെ പുറത്ത് യാതൊരു പ്രശ്നവുമില്ല, പക്ഷേ അവൻ അതനുഭവിക്കുന്നു. അവന് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. മറ്റൊരാളോട്, നിങ്ങളുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നു. ആ വ്യക്തി തന്റെ മൂക്ക് തുടയ്ക്കുന്നു. അവന്റെ കയ്യിൽ രക്തമില്ല, പക്ഷേ അവൻ കരുതുന്നു, അവന് തോന്നുന്നു. അവന്റെ ഉപബോധ മനസ്സ് ആ സൂചന സ്വീകരിച്ചു. മറ്റൊരാളോട്, നിങ്ങൾ ഒരു മാർബിൾ പ്രതിമയാണ്. നിങ്ങൾക്ക് അനക്കാൻ കഴിയില്ല. ആ വ്യക്തി കൽപ്രതിമ പോലെ ഉറച്ചു പോകുന്നു. അവന് കൈ കഴമ്പിക്കാൻ കഴിയില്ല. അവന് കണ്ണുകൾ അടയ്ക്കാൻ കഴിയില്ല. അവന്റെ ശരീരം കല്ലുപോലെ കടുപ്പമാകുന്നു. മറ്റൊരാളോട്, നിങ്ങൾ മരവിച്ചുകൊണ്ടിരിക്കുന്നു. താപനില 0 താഴെയാണ്. ആ വ്യക്തി വിറയ്ക്കാൻ തുടങ്ങുന്നു. അവന്റെ പല്ലുകൾ കട്ടുകൊണ്ടിരിക്കുന്നു. അവന്റെ ശരീരത്തിൽ രോമങ്ങൾ എഴുന്നേൽക്കുന്നു. മുറിയിലെ താപനില സാധാരണമാണ്, പക്ഷേ അവന്റെ ഉപബോധ മനസ്സ് ആ സൂചന സ്വീകരിച്ചു. അത് തണുപ്പ് സൃഷ്ടിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നു, നമുക്ക് ഭയം തോന്നുന്നു. എന്തുകൊണ്ട്? കാരണം നമ്മുടെ ഉപബോധ മനസ്സും അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളെല്ലാ ദിവസവും നമ്മുടെ സ്വന്തം ഹിപ്നോട്ടിസ്റ്റാണ്. നമ്മൾ നമുക്ക് തന്നെ സൂചനകൾ കൊടുക്കുന്നു. എനിക്ക് ക്ഷീണമാണ്, എനിക്ക് തലവേദനയുണ്ട്, എനിക്കിത് സാധിക്കില്ല, ഞാൻ വിജയിക്കില്ല, എനിക്ക് ഭാഗ്യമില്ല. ഇങ്ങനെയുള്ള സൂചനകൾ നമ്മുടെ ഉപബോധ മനസ്സ് അവ സ്വീകരിക്കുന്നു, അവ പ്രവർത്തിക്കുന്നു. നമ്മൾ ക്ഷീണിതരാകുന്നു, നമുക്ക് തലവേദന വരുന്നു, നമ്മൾ പരാജയപ്പെടുന്നു, നമ്മൾ ദരിദ്രരാകുന്നു. ആരാണ് കുറ്റക്കാർ? നമ്മൾ തന്നെ, നമ്മുടെ സ്വന്തം സൂചനകൾ. എന്നാൽ ഇതേ ശക്തി നമുക്ക് നല്ലതിനും ഉപയോഗിക്കാം. നമ്മൾ നമ്മുടെ സ്വന്തം ഹിപ്നോട്ടിസ്റ്റ് ആകാം. പോസിറ്റീവ് സൂചനകൾ കൊടുക്കാം. ഞാൻ ഊർജ്ജസ്വലനാണ്, എൻ്റെ ശരീരം ആരോഗ്യകരമാണ്, എനിക്കെല്ലാം സാധിക്കും, ഞാൻ വിജയിക്കും, എനിക്ക് ഭാഗ്യമുണ്ട്, എൻ്റെ ഉപബോധ മനസ്സ് എന്നെ നയിക്കുന്നു. ഈ സൂചനകൾ ആവർത്തിക്കുക, അവയെ വിശ്വസിക്കുക.
അവയെ വികാരത്തോടെ അനുഭവിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് അവ സ്വീകരിക്കും. അവ പ്രവർത്തിക്കും. നിങ്ങൾ ഊർജ്ജസ്വലനാകും. നിങ്ങൾ ആരോഗ്യവാനാകും. നിങ്ങൾ വിജയിയാകും. നിങ്ങൾ സമ്പന്നനാകും. ഇത് വാഗ്ദാനമല്ല, ഇത് നിയമമാണ്. ഹിപ്നോട്ടിസ്റ്റിന്റെ കാര്യത്തിൽ പോലെ നിങ്ങളുടെ സ്വന്തം കാര്യത്തിലും മർഫി പറയുന്നു. ഈ ലളിതമായ ഉദാഹരണങ്ങൾ നിങ്ങളുടെ ബോധമനസ്സും ഉപബോധമനസ്സും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്നു. ഉപബോധമനസ്സ് ആത്മനിഷ്ഠമാണ്. അത് തിരഞ്ഞെടുക്കുന്നില്ല. നിങ്ങളുടെ ബോധമനസ്സ് സത്യമായി വിശ്വസിക്കുന്നത് അത് സത്യമായി സ്വീകരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും മുൻവിധികളും തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രാധാന്യം. അവ അനുഗ്രഹിക്കുന്നതും സുഖപ്പെടുത്തുന്നതും പ്രചോദിപ്പിക്കുന്നതും നിങ്ങളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നതും ആയിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിറയ്ക്കുന്നത്? സന്തോഷമോ, ദുഃഖമോ, പ്രതീക്ഷയോ, നിരാശയോ? നിങ്ങൾ എന്ത് നിറയ്ക്കുന്നുവോ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് വളർത്തും. അത് നിങ്ങളുടെ ജീവിതമാക്കും. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ് എന്നീ പദങ്ങൾ മനസ്സിലാക്കാം. ഒബ്ജക്റ്റീവ് മൈൻഡ് എന്നാൽ ബോധമനസ്സ്. ഇത് പുറം ലോകവുമായി ഇടപഴകുന്നു. ഇത് വസ്തുക്കളെ കാണുന്നു. ഇത് ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നു. ഇത് വിശകലനം ചെയ്യുന്നു. സബ്ജക്റ്റീവ് മൈൻഡ് എന്നാൽ ഉപബോധ മനസ്സ്. ഇത് അകം ലോകമാണ്. ഇത് നിങ്ങളുടെ വികാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആസ്ഥാനമാണ്. ഇത് പുറം ലോകത്തെക്കുറിച്ച് അറിയില്ല. ഇത് നിങ്ങളുടെ ഉള്ളിലെ യാഥാർത്ഥ്യത്തെ മാത്രം അറിയുന്നു. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് മനസ്സ് പറയുന്നു, ഇവിടെ പണമില്ല, ഞാൻ ദരിദ്രനാണ്. നിങ്ങളുടെ സബ്ജക്റ്റീവ് മനസ്സത് കേൾക്കുന്നു. അത് സ്വീകരിക്കുന്നു. അത് പ്രവർത്തിക്കുന്നു. നിങ്ങൾ ദരിദ്രനായി തുടരുന്നു. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് മനസ്സ് പറയുന്നു, എന്റെ ഉപബോധ മനസ്സിൽ അനന്തമായ സമൃദ്ധിയുണ്ട്. അതിപ്പോൾ എനിക്കായി പ്രകടമാകുന്നു. ഞാൻ സമ്പന്നനാണ്. നിങ്ങളുടെ സബ്ജക്റ്റീവ് മനസ്സ് അത് കേൾക്കുന്നു. അത് സ്വീകരിക്കുന്നു. അത് പ്രവർത്തിക്കുന്നു. നിങ്ങൾ സമ്പന്നനാകുന്നു. ഇത്ര ലളിതം, ഇത്ര ശാസ്ത്രീയം. സുഹൃത്തുക്കളെ, ഹിപ്നോട്ടിസ്റ്റിന്റെ ഉദാഹരണങ്ങൾ നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. ഉപബോധ മനസ്സ് എത്ര വിശ്വസ്തമാണ്, അത് എത്ര ശക്തമാണ്, അത് എത്ര അനുസരണയുള്ളതാണ്. ഒരു ഹിപ്നോട്ടിസ്റ്റിന് 1 മണിക്കൂറിനുള്ളിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മാറ്റാൻ കഴിയും. അവനെ നെപ്പോളിയനാക്കാം, അവനെ പൂച്ചയാക്കാം, അവനെ ചൊറിച്ചിലുണ്ടാക്കാം, അവനെ കൽപ്രതിമയാക്കാം, അവനെ മരവിപ്പിക്കാം. എന്തൊരു ശക്തി! പക്ഷേ നിങ്ങൾക്കറിയുമോ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഹിപ്നോട്ടിസ്റ്റ് ആകാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഉപബോധ മനസ്സിനോട് സംസാരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തെ മാറ്റാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആരോഗ്യം മെച്ചപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വിധി മാറ്റാം. എങ്ങനെ? സൂചനകളിലൂടെ. പോസിറ്റീവ് സൂചനകൾ, ആവർത്തിച്ചുള്ള സൂചനകൾ, വികാരപൂർവമായ സൂചനകൾ, വിശ്വാസപൂർവമായ സൂചനകൾ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഹിപ്നോട്ടിസ്റ്റ് പോലെ നിങ്ങളുടെ മനസ്സിനോട് പറയുക, ഇന്ന് ഒരു മഹത്തായ ദിവസമാണ്. എല്ലാം എനിക്ക് അനുകൂലമായി സംഭവിക്കും. എന്റെ ശരീരം ഊർജ്ജസ്വലമാണ്. എന്റെ മനസ്സ് ശാന്തമാണ്. എനിക്ക് എന്റെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും. ഇത് പറയുക. ഇത് പലതവണ പറയുക. ഇത് വികാരത്തോടെ പറയുക. നിങ്ങൾ ഒരു നടനാണ്. നിങ്ങൾ ഈ വേഷം അഭിനയിക്കുന്നു. നിങ്ങൾ സന്തുഷ്ടനായ നടനെ അഭിനയിക്കുന്നു. നിങ്ങൾ വിജയിയായ നടനെ അഭിനയിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ അത് യഥാർത്ഥത്തിലായിത്തീരും. നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ സൂചനകൾ സ്വീകരിക്കും. അത് നിങ്ങളെ അങ്ങനെയാക്കും. ഇത് ഹിപ്നോട്ടിസത്തിന്റെ രഹസ്യമാണ്. ഇത് സ്വയം ഹിപ്നോസിസിന്റെ രഹസ്യമാണ്. ഇത് ശാസ്ത്രീയ പ്രാർത്ഥനയുടെ രഹസ്യമാണ്. മർഫി പറയുന്നു, നിങ്ങളുടെ ഉപബോധ മനസ്സ് ആത്മനിഷ്ഠമാണ്, തിരഞ്ഞെടുക്കാത്തതാണ്. നിങ്ങളുടെ ബോധമനസ്സ് സത്യമായി വിശ്വസിക്കുന്നത് അത് സത്യമായി സ്വീകരിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ മാസ്റ്റർ കീയാണ്. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? ശ്രദ്ധിക്കുക. നിങ്ങൾ എന്താണ് ആവർത്തിച്ച് വിശ്വസിക്കുന്നത്? നിങ്ങളുടെ ജീവിതം അതാകും. നിങ്ങൾ ഞാൻ ഒരു പരാജിതനാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു പരാജിതനാകും. നിങ്ങൾ ഞാൻ ഒരു വിജയിയാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു വിജയിയാകും. നിങ്ങൾ ജീവിതം ബുദ്ധിമുട്ടാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ജീവിതം മനോഹരമാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം മനോഹരമായിരിക്കും.
ഇത് വിചിത്രമായ തത്വശാസ്ത്രമല്ല, ഇത് ശാസ്ത്രീയ വസ്തുതയാണ്. മനഃശാസ്ത്രജ്ഞരുടെ പരീക്ഷണങ്ങൾ തെളിയിച്ചതാണ്. ഹിപ്നോട്ടിസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾ തെളിയിച്ചതാണ്. ഇനി പ്രായോഗികമായി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം? ഞാൻ നിങ്ങൾക്കൊരു പരീക്ഷണം നിർദ്ദേശിക്കുന്നു. അടുത്ത 7 ദിവസം എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം നോക്കുക. നിങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുക. എന്നിട്ട് ഉച്ചത്തിൽ പറയുക, നീ ശക്തനാണ്, നീ വിജയിക്കും, നിനക്കെല്ലാം ചെയ്യാൻ കഴിയും, നിന്റെ ഉപബോധ മനസ്സ് നിന്നെ നയിക്കുന്നു, നീ സമ്പന്നനാണ്, നീ ആരോഗ്യവാനാണ്, നീ സന്തുഷ്ടനാണ്. ഇത് പറയുക, ആത്മാർത്ഥമായി പറയുക, വികാരത്തോടെ പറയുക. നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വരുത്തുക, നിങ്ങളുടെ നെഞ്ചു ഉയർത്തുക, നിങ്ങൾ വിജയിച്ചതായി അഭിനയിക്കുക. 7 ദിവസം ഇത് ചെയ്യുക. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് നിരീക്ഷിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നത് നിങ്ങൾ കാണും. നിങ്ങളുടെ ഊർജം കൂടുന്നത് നിങ്ങൾ കാണും. നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ കാണും. ഇത് ശാസ്ത്രമാണ്, ഇത് പ്രവർത്തിക്കും. എനിക്കൊരു കഥ പറയാം. എൻ്റെ ഒരു പരിചയക്കാരൻ, അവന് വളരെയധികം ആത്മവിശ്വാസക്കുറവായിരുന്നു. അവൻ എപ്പോഴും പറയും, എനിക്ക് ഒന്നും അറിയില്ല, ഞാനൊന്നും നേടിയിട്ടില്ല, ഞാനൊരു പരാജിതനാണ്. അവന്റെ ജീവിതം തകർന്നു, അവന്റെ ബന്ധങ്ങൾ തകർന്നു, അവന്റെ ആരോഗ്യം തകർന്നു. ഒരു ദിവസം അവൻ ഈ പുസ്തകം വായിച്ചു. അവൻ മനസ്സിലാക്കി താൻ തനിക്ക് തന്നെ നെഗറ്റീവ് സൂചനകൾ കൊടുക്കുകയാണെന്ന്. അവൻ തീരുമാനിച്ചു മാറാൻ. അവൻ എല്ലാ രാവിലെയും കണ്ണാടിയിൽ നിന്ന് പറഞ്ഞു, ഞാൻ ശക്തനാണ്, ഞാൻ വിജയിക്കും, എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. അവൻ ഇത് ആവർത്തിച്ചു. ദിവസവും, ആഴ്ചകളോളം. ക്രമേണ അവന്റെ ചിന്തകൾ മാറി, അവന്റെ വികാരങ്ങൾ മാറി, അവന്റെ പ്രവൃത്തികൾ മാറി. അവൻ ഒരു പുതിയ ജോലി കണ്ടെത്തി. അവന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു. അവൻ സന്തോഷവാനായി. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം ഹിപ്നോട്ടിസ്റ്റായി. ഞാൻ എന്നെ തന്നെ സുഖപ്പെടുത്തി. ഇതാണ് ശക്തി. നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയും. സുഹൃത്തുക്കളെ, ഹിപ്നോട്ടിസ്റ്റിന്റെ പരീക്ഷണങ്ങളിലേക്ക് തിരികെ പോകാം. ആ വ്യക്തികൾ, അവർക്ക് 1 മണിക്കൂറിനുള്ളിൽ നെപ്പോളിയനാകാം, പൂച്ചയാകാം, കൽപ്രതിമയാകാം. എന്തൊരു ശക്തി! എന്നാൽ ആ ശക്തി ബാഹ്യമായല്ല, അത് ആ വ്യക്തിയുടെ ഉള്ളിലാണ്. ഹിപ്നോട്ടിസ്റ്റ് വെറും ഒരു ഉത്തേജകൻ മാത്രമാണ്. യഥാർത്ഥ ശക്തി ആ വ്യക്തിയുടെ സ്വന്തം ഉപബോധ മനസ്സിലാണ്. അവന്റെ ഉപബോധ മനസ്സ് ആ സൂചന സ്വീകരിച്ചു, അത് പ്രവർത്തിച്ചു. ഇത് പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. നമ്മുടെ ഉപബോധ മനസ്സ് എത്ര വിശ്വസ്തമാണ്. അതിനോട് നമ്മൾ സംസാരിച്ചാൽ അത് കേൾക്കും, അത് അനുസരിക്കും. നമ്മൾ നമ്മുടെ സ്വന്തം ഹിപ്നോട്ടിസ്റ്റ് ആകണം. നമ്മൾ നമുക്ക് തന്നെ നല്ല സൂചനകൾ കൊടുക്കണം. ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ സമാധാനത്തിലാണ്. എൻ്റെ ഉപബോധ മനസ്സ് എന്നെ നയിക്കുന്നു, എൻ്റെ ഉപബോധ മനസ്സ് എന്നെ സഹായിക്കുന്നു, എൻ്റെ ഉപബോധ മനസ്സ് എന്നെ സുഖപ്പെടുത്തുന്നു. ഈ സൂചനകൾ ആവർത്തിക്കുക, അവയെ വിശ്വസിക്കുക, അവയെ അനുഭവിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അവ പ്രകടമാക്കും. മർഫി ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ പറയുന്നു, അനുഗ്രഹിക്കുന്ന, സുഖപ്പെടുത്തുന്ന, പ്രചോദിപ്പിക്കുന്ന, നിങ്ങളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന ചിന്തകളും ആശയങ്ങളും മുൻവിധികളും തിരഞ്ഞെടുക്കേണ്ടതിന്റെ പ്രാധാന്യം. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് വിശ്വസിക്കുന്നു, എന്ത് ആവർത്തിക്കുന്നു, അതിന് ഉത്തരവാദി നമ്മൾ തന്നെ. ആരും വന്ന് നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് കാര്യങ്ങൾ നിറയ്ക്കുന്നില്ല. നമ്മൾ തന്നെയാണ് നിറയ്ക്കുന്നത്. നമ്മൾ നിറയ്ക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് കിട്ടും. നമ്മൾ നിറയ്ക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് കിട്ടും. ഇത് നിയമമാണ്. ഇത് ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സ് എന്ന പുസ്തകത്തിൽ നിങ്ങൾ എന്ത് എഴുതുന്നു എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ല വാക്കുകൾ എഴുതുക, നല്ല ചിത്രങ്ങൾ വരയ്ക്കുക, നല്ല സൂചനകൾ കൊടുക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്ന വിശ്വസ്ത സേവകൻ ആ വാക്കുകളെല്ലാം സാക്ഷാത്കരിക്കും. ആ ചിത്രങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കും. ആ സൂചനകളെല്ലാം പ്രവർത്തിക്കും. അവസാനമായി ഞാൻ നിങ്ങളോട് ഒരാവശ്യം ഉന്നയിക്കട്ടെ. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് നേരം നിശബ്ദമായി ഇരിക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് സംസാരിക്കുക. പ്രിയ ഉപബോധ മനസ്സേ, ഇന്ന് രാത്രി
നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ എല്ലാ നല്ല ചിന്തകളും സ്വീകരിക്കുക. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുക. ഞാൻ ആരോഗ്യവാനാണ്. ഞാൻ സമ്പന്നനാണ്. ഞാൻ സന്തുഷ്ടനാണ്. ഇതറിയുക. ഇത് പ്രവർത്തിക്കുക. നന്ദി. ഇങ്ങനെ പറയുക. വിശ്വാസത്തോടെ പറയുക. എന്നിട്ട് ഉറങ്ങുക. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നിരീക്ഷിക്കുക. നിങ്ങൾ കൂടുതൽ ശാന്തനാകും. കൂടുതൽ ആത്മവിശ്വാസമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഇത് ഒരു പരീക്ഷണമാണ്. ഇത് ചെയ്തു നോക്കൂ. ഫലം കാണൂ. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സ് ശക്തമാണ്. അത് അനന്തമാണ്. അത് നിങ്ങളുടെ സ്വന്തമാണ്. അതിനെ ഉപയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തെ സ്വർഗമാക്കുക. നന്ദി.